അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ആഘോഷം നടക്കാൻ ഹാർപ്പിക് ഹുസൈൻ എന്ന മണ്ടൻ ലണ്ടനിൽ പോയി കണ്ടം വഴി ഓടിയ ആ സംഭവം കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല അത് ആഘോഷിക്കുന്നത്. സംഘികളും കൃസംഘികളുമല്ലാത്ത സകല ആളുകളും അത് ആഘോഷിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. പലരുടെയും ചിരി ഇതുവരെ നിർത്താൻ പറ്റിയിട്ടില്ല. ആ ജാതി ഓട്ടമല്ലേ ലണ്ടനിലൂടെ അയാൾ ഓടിയത്. എന്തൊക്കെയായിരുന്നു വീരവാദം. ഞാൻ ഉന്നയിക്കുന്ന സകല കാര്യങ്ങൾക്കും ആര് ചോദിച്ചാലും തെളിവ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എല്ലാ വിഷയങ്ങളും ഞാൻ പഠിച്ചിട്ടാണ് വിമർശിക്കുന്നത്. ഈ വീരവാദമൊക്കെ പറഞ്ഞ ചങ്ങാതി ലണ്ടനിൽ പോയി രണ്ടാളുകളുടെ മുമ്പിൽ പെട്ടുപോയപ്പോൾ സ്വന്തം ബീജത്തിൽ പിറന്ന മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന ആന മണ്ടത്തരം അയാൾ പറഞ്ഞതോടുകൂടി അവർ തെളിവ് കാണിക്കാൻ പറഞ്ഞു. ഈ ചങ്ങാതി തെളിവ് അന്വേഷിക്കാൻ 10-15 മിനിറ്റ് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. ചാറ്റ് GPT ചോദിച്ചിട്ടുണ്ടാവും, ജെമിനയോട് ചോദിച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് ഫോണൊക്കെ ഇങ്ങനെ ചെവിയിലേക്ക് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ജെമിനൈ എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ഇവർക്ക് മറുപടി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. കിട്ടണമെങ്കിൽ അങ്ങനെ ഒന്ന് ഖുർആനിൽ ഉണ്ടാകണമല്ലോ. അവസാനം ഇയാൾ 19ാമത്തെ അടവെടുത്തു. ഫോണിൽ നെറ്റ് കിട്ടുന്നില്ല അത്രേ. അപ്പോൾ കൂടി നിന്ന ആളുകൾ ഫോൺ അങ്ങോട്ട് കൊടുത്തു, ഉപയോഗിച്ചോളൂ, നെറ്റ് എടുത്തോളൂ, എങ്ങനെ വേണമെങ്കിലും തെളിവ് ഹാജരാക്കണമെന്ന് അവർ. ലാസ്റ്റ് പിന്നെ അടുത്ത അടവെടുത്തു, കണ്ടം വഴി ഓടി. ഇത് കണ്ടാൽ ആർക്കാണ് ചിരി വരാത്തത്? എന്നാൽ ചിരി വരാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘികൾക്കും കൃസംഘികൾക്കുമാണ്. അവനേക്കാൾ വലിയ മരമണ്ടന്മാർ ഇപ്പം അവനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കാൻ. ആരിഫിന് ചെറിയൊരു അബദ്ധം പറ്റി. ഖുർആനിലുണ്ട് എന്നാ പറഞ്ഞത്. സത്യത്തിൽ അത് ഖുർആനിലില്ല, പക്ഷെ ഇസ്ലാമിലുണ്ട് എന്ന രീതിയിലൊക്കെ കുറേ പ്രചരണങ്ങൾ മരമണ്ടന്മാരായ അവൻ്റെ അനുയായികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ടോ ചിരി തീരെ നിർത്താൻ പറ്റുന്നില്ല. അജാതി കോമഡികളും വിവരക്കേടുകളുമാണ് ഈ മരമണ്ടന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചങ്ങാതിയുടെ വീഡിയോ ഞാൻ കണ്ടു. ആ ചങ്ങാതി ഇത് ഇസ്ലാമിലുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കർമ്മശാസ്ത്രം പറയുന്ന ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു കിതാബിൻ്റെ പേജൊക്കെ കാണിച്ചിട്ട് ആരിഫിന് വേണ്ടി സംസാരിക്കാൻ. അതും ഇയാൾ ആലപ്പുഴക്കാരനാണ്, പക്ഷേ മലപ്പുറംകാരുടെ ശൈലിയിൽ സംസാരിക്കുന്നൊരു വീഡിയോ കണ്ടു. ഹാരിഫ് ഹുസൈൻ, എന്താണ് കോയ ഇജ്ജിങ്ങനെ ബേജാറാവുന്നത്? ഞമ്മന്റെ രക്തത്തിലുള്ള മോളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂലെന്നേ ഞമ്മടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞമ്മടെ മണവാട്ടിയിൽ ഞമ്മക്കുണ്ടാവുന്ന മോളെ ഞമ്മക്ക് നിക്കാഹ് കഴിക്കാൻ പറ്റൂലപ്പാ. ഇതെന്താണ് ബേജാറാവുന്നത്? പക്ഷേന്ന് വെച്ചാ നമ്മൾ കല്യാണം കഴിക്കാത്ത നമ്മുടെ മണവാട്ടിയിൽ ഞമ്മക്കൊരു മോളുണ്ടായാൽ ആ മോളെ ഞമ്മക്ക് കല്യാണം കഴിക്കാം. അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കോയ. ഇജ് ബേജാറാക്കല്ലേ, നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പൈങ്കിളിക്ക്. പാവാട വേണം, മേലാട വേണം. പാട്ടുപാടാനും അറിയില്ല, പാടിയ കോലം കണ്ടില്ലേ. മലപ്പുറം ഭാഷ പറയാനും അറിയില്ല, പറഞ്ഞ കോലം കേട്ടില്ലേ. എന്ന് മാത്രമല്ല, ഒരു തെളിവ് കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവന്ന തെളിവിനകത്ത് എന്താണെന്ന് പോലും അറിയില്ല. ഇവരെയൊക്കെ മണ്ടന്മാർ അല്ലെങ്കിൽ മരമണ്ടന്മാർ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഹാർപ്പിക് ഹുസൈനെ രക്ഷിക്കാൻ വേണ്ടി വന്ന ചങ്ങാതിയായി ഇത്. അയാൾ ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന ഇസ്ലാമിലെ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ ഒരു പേജിൻ്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നതോ അവിഹിത ബന്ധത്തിലുണ്ടായ പെൺകുട്ടിയെ ആ കുട്ടിയുടെ അച്ഛന് വിവാഹം കഴിക്കാമെന്ന് നമ്മൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് ആ പുസ്തകം കാണിക്കുന്നുണ്ട്. ആ കാണിച്ച പേജിൽ ഇയാൾ പറഞ്ഞ വിഷയമാണോ എഴുതിയിട്ടുള്ളത്? അല്ല. അവിഹിതത്തിൽ പിറന്ന പെൺകുട്ടിയെ ആ കുട്ടിയുടെ അച്ഛന് വിവാഹം കഴിക്കാം എന്ന ഒരു വാക്കുപോലും ആ പേജിലില്ല. എന്നിട്ടും അതിങ്ങനെ കാണിച്ചിട്ട് ഭയങ്കര മലപ്പുറം സ്റ്റൈലിൽ ആരിഫ് എന്ന മണ്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മരമണ്ടത്തരം പറയാൻ. ഈ ജാതി കുറേ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരിഫിന് വേണ്ടി വാദിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ആരിഫിൻ്റെ ആ കോമഡി കണ്ടിട്ട് ചിരിക്കാൻ, ആസ്വദിക്കാൻ. എന്തിനധികം ഇപ്പം നിരീശ്വരവാദികൾ, എക്സ് മുസ്ലിംകൾ, സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ അവകാശപ്പെടുന്നവർ പോലും ചിരിച്ചു പോവാൻ. ആ സമയത്ത് തന്നെ സ്വതന്ത്ര ചിന്തകരെന്നൊക്കെ അവകാശപ്പെടുന്ന വേറെ ഒരു യമുവായ ലിയാക്കത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അതിനകത്ത് പറയണത് ഇസ്ലാമിലുള്ളപ്പോഴും ഇസ്ലാം വിട്ടപ്പോഴും ഒരിക്കൽ പോലും ഖുർആൻ വായിക്കാത്ത ചങ്ങാതി ലണ്ടനിൽ പോയി കണ്ടം വഴി ഓടി എന്നതിനെ വേറൊരു രീതിയിലാണ് അയാൾ പറയുന്നത്. എന്ന് മാത്രമല്ല, ഖുർആൻ ഏതാ ഫതുഹുൽ മുഈൻ ഏതാ എന്നൊന്നും തിരിയാൻ മാത്രമുള്ള അന്തം ആ ചങ്ങാതിക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വർഗത്തിൽപ്പെട്ടവർ പോലും ആ കണ്ടം വഴിയുള്ള ഓട്ടത്തെ ആസ്വദിക്കുകയാണ്, ആഘോഷിക്കുകയാണ്.
നമ്മുടെ EA ജബ്ബാർ എന്ന് പറയുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ അവരുടെ തലതൊട്ടപ്പൻ ഉടനെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അന്നിട്ടിരുന്നു. ഇന്നൊരു കുറച്ചുകൂടി വ്യക്തമായിട്ട് അയാൾ എഴുതിയത് നോക്ക്. എന്താണ് പറയുന്നത്? അതിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. അയാൾ ലണ്ടനിൽ പോയി വിവരക്കേട് പറഞ്ഞു പ്രതിസന്ധിയിലായി എന്നതല്ല ഇപ്പോൾ എൻ്റെ വിഷയം. അയാളപ്പോൾ ലണ്ടനിൽ പോയതും പറഞ്ഞത് വിവരക്കേടാണെന്നും പ്രതിസന്ധിയിലായി എന്നും, പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കണ്ടം വഴി ഓടി എന്നതുമൊക്കെ ജബ്ബാറും അംഗീകരിക്കാൻ. പിന്നെ ജബ്ബാറിൻ്റെ വിഷയം എന്താണ്? അതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടുന്ന മതവിമർശകരെല്ലാം സമാനമായി നുണ പറയുന്നവരും സംഘികളുമാണ് എന്ന മട്ടിൽ ഇസ്ലാം സംരക്ഷകർ ആർത്തുല്ലസിക്കുന്നത് കണ്ടപ്പോൾ സാന്ദർഭികമായി ഇസ്ലാമിലുള്ള ഒരു വൃത്തികേട് പുറത്തിട്ടു എന്നേയുള്ളൂ. ആ സമയത്ത് ആരിഫിൻ്റെ ആ വിഷയം ഇങ്ങനെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ജബ്ബാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ മകളെ കെട്ടാമെന്ന ആ വൃത്തികേട് ഇസ്ലാമിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ച്, നിങ്ങൾ സംഘി ആരിഫിനെ ന്യായീകരിക്കുകയാണോ? അതിന് മറുപടിയാണ് ഇയാൾ ഈ പറഞ്ഞത്. ലണ്ടനിൽ പോയ അയാൾ പറഞ്ഞത് വിവരക്കേടാണ്, കണ്ടം വഴി ഓടിയിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ ഇയാൾ പോസ്റ്റ് ഇട്ടത് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാം സംരക്ഷകരായ ആളുകൾ ആരിഫിനെ പോലെ നിങ്ങളും കളവ് പറയാണ് എന്ന് ആരോപിക്കുന്നതിനൊരു മറുപടിയാണെന്നാണ്. ജബ്ബാർ മാഷെ, നിങ്ങൾ പറയുന്നത് കളവാണ്, ആരിഫ് പറഞ്ഞതും കളവാണ്, നിങ്ങൾ പറഞ്ഞതും കളവാണ്. ഇപ്പോൾ സകല സ്വതന്ത്ര ചിന്തകരും എമുക്കളുമൊക്കെ ഈ വിഷയത്തിൽ മകളെ കെട്ടാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, ഖുർആനിലുണ്ട് എന്ന് മരമണ്ടം പറഞ്ഞു. ഇതൊക്കെ കളവാണ്. ഇസ്ലാമിൽ മകളെ, അത് അവിഹിതത്തിൽ പിറന്നതാണെങ്കിൽ പോലും അവളെ വിവാഹം കഴിക്കാമെന്ന ഒരു നിയമമില്ല, ഒരു മദ്ഹബിലുമില്ല. ആധികാരികമായിട്ടാണ് പറയുന്നത്. അപ്പം പിന്നെ സ്വാഭാവികമായും ചിലർ ചോദിച്ചേക്കാം, നിങ്ങളുടെ ഫത്ഹുൽ മുഈനിൽ അങ്ങനെയുണ്ടല്ലോ, അതിന് തെളിവും അവർ കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ അവർ കാണിക്കുന്ന തെളിവ് തന്നെ നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം. നോക്കൂ, ഫത്ഹുൽ മുഈൻ മലയാള പരിഭാഷ, അതിനകത്ത് കൊടുക്കാൻ സ്ത്രീയുടെയും അവളെ വിവാഹം ചെയ്യുന്നവൻ്റെയും ഇടയിൽ വംശപരമായി വിവാഹം നിഷിദ്ധമാകുന്ന ബന്ധം ഇല്ലാതിരിക്കലും ഷർത്താണ്. അതിനാൽ ഹുര്രിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്നു തുടങ്ങുന്ന സൂറത്തു നിസായിലെ 23-ാം ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃസഹോദരീ സഹോദരന്മാരുടെയും പിതൃസഹോദരീ സഹോദരന്മാരുടെയും സന്താനങ്ങളിൽ പെട്ടവരല്ലാത്ത അടുത്ത കുടുംബ ബന്ധമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും ഉമ്മ, തൻ്റെയും തൻ്റെ സന്താനങ്ങളുടെയും പെൺമക്കൾ, എന്നിട്ട് തൻ്റെ വ്യഭിചാരത്തിൽ ജനിച്ചവൾ ഹറാമല്ല. ഈ ഹറാമല്ല എന്ന് പറഞ്ഞതാണ് വലിയ തെളിവ്. സത്യത്തിൽ ഇസ്ലാമിനെ കുറിച്ചൊന്നും ഈ ഇസ്ലാം വിമർശകർക്ക് ഒരു വിവരവും ഇല്ല. ഇസ്ലാമിലൊരു കാര്യം ഹറാമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ചെയ്യാമെന്നാണോ? മുസ്ലിമീങ്ങളാരും അങ്ങനെ വിചാരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ചെയ്യാൻ പാടില്ലാത്ത 2 നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. ഒന്ന് ഹറാമാണ്, മറ്റൊന്ന് മക്റൂഹാണ്, കറാഹത്ത് എന്ന് പറയും. ഇതൊന്നും പഠിക്കാതെ ഹറാമല്ല എന്ന് കണ്ടപ്പോൾ അത് വലിയ തെളിവായിട്ട് കൊണ്ടു നടക്കാൻ നമ്മുടെ വലിയ അപ്പോസ്തലനായ EA ജബ്ബാർ കൊണ്ടുവന്ന വേറൊരു തെളിവുണ്ട്. ആ തെളിവെന്താണ്? മൗദൂദിയുടെ ഖുർആൻ പരിഭാഷയാണ്. അയാൾ കൊടുത്ത ആ ഫോട്ടോ തന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കൂ, പെൺമക്കളുടെ വിധിയിൽ പൗത്രിയും ദൗഹിത്രിയും ഉൾപ്പെടുന്നു. എന്നാൽ അസാൻമാർഗിക ബന്ധത്തിലുണ്ടായ മകളെ സംബന്ധിച്ച വിധിയിൽ തർക്കമുണ്ട്. അബൂ ഹനീഫ, മാലിക്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും എന്നീ ഇമാമുകളുടെ അഭിപ്രായത്തിൽ അവളും ന്യായബന്ധത്തിലുണ്ടായ മകളെപ്പോലെ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അവളെയും വിവാഹം കഴിക്കൽ ഹറാമാണ് എന്നാണ്. എന്നിട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അവൾ വിവാഹ നിഷിദ്ധകളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടില്ലെന്ന്. അപ്പം ഷാഫി ഇമാമു പറഞ്ഞത് എന്താണ്? അവിഹിത ബന്ധത്തിലുണ്ടായ പെൺമക്കൾ വിവാഹ നിഷിദ്ധകളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടില്ല എന്നാണ്. വിവാഹം കഴിക്കൽ ഹറാമായ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടില്ല എന്നാണ്. വിവാഹം കഴിക്കാമെന്നാണ് ഷാഫി ഇമാമു പറഞ്ഞത് എന്ന് ഇവർ മനസ്സിലാക്കിയതാണ്. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് എന്ത് ഹറാമ്, എന്ത് ഹലാല്? ആരെയും കല്യാണം കഴിക്കാം, ആരുടെ കൂടെയും കിടക്കാം, കല്യാണം കഴിച്ചും കിടക്കാം, കഴിക്കാതെയും കിടക്കാം, എന്തുമാകാമെന്ന് പറയുന്ന ഈ സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ വലിയ വായിൽ പറയുന്ന ഈ കൂട്ടത്തിന് എന്ത് ഹറാമ്, എന്ത് ഹലാല്? ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കമുള്ള ഒരു നിയമസംഹിത പഠിപ്പിച്ച മതമാണ്.
അതുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് മതത്തിൻ്റെതായ വിധികളുണ്ട്, വിലക്കുകളുണ്ട്. അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ലല്ലോ. സ്വന്തം അമ്മയുടെ കൂടെയും കിടക്കാം, പെങ്ങടെ കൂടെയും കിടക്കാം, മകളുടെ കൂടെയും കിടക്കാം. ആകെ വേണ്ടത് കൺസെന്റ് മാത്രമാണ്, സമ്മതം കിട്ടിയാൽ മതി. ഇതല്ലേ നിങ്ങൾ ഈ നാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ ചെങ്ങാതിമാരെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ കാര്യം? ഒരു നിയമവും ഇല്ലാത്ത, ഒരു വിധിവിലക്കുകളും ഇല്ലാത്ത നിങ്ങൾ സ്വതന്ത്രമായിട്ട് എന്തും ചെയ്യുന്ന കൂട്ടരല്ലേ. ഞങ്ങൾ എന്നാൽ ഈ വിഷയമൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ ഇമാമുമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ? ഒരു കാര്യം ഹറാമല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാമെന്നല്ല അതിൻ്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, ഷാഫിഈ മദ്ഹബിലെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ശറഹുൽ മുഹദ്ദബ്. ഇത് രചിച്ചിട്ടുള്ളതാരാണ്? രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹിമഹുല്ലയാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ഷാഫിഈ മദ്ഹബിൽ അങ്ങനെ നമ്മുടെ ബീജത്തിൽ പിറന്ന പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് എഴുതി വെച്ചത് അതൊരു മോശമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകൾ, അവരോടും കൂടി പറയാൻ പഠിച്ചോളൂ. അങ്ങനെ കല്യാണം കഴിക്കാമെന്ന് ഷാഫിഈ മദ്ഹബിലുമില്ല. മറ്റു 3 മദ്ഹബുകളിലും അത് ചെയ്യൽ ഹറാമാണ് എന്ന് ഖണ്ഡിതമായി പറഞ്ഞു. എന്നാൽ ഷാഫിഈ മദ്ഹബിൽ പറഞ്ഞതെന്താ? നോക്കൂ, ശറഹുൽ മുഹദ്ദബാണ് ഞാൻ വായിക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്താൻ, വ അമ്മാ നിക്കാഹുഹു ലഹ, അപ്പോൾ ആ അവിഹിതത്തിൽ പിറന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കൽ, ഫഖദ് ഖാല ഷാഫിഈയു റളിയല്ലാഹു അൻഹു, തീർച്ചയായും ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞിരിക്കുന്നു, അക്റഹു ലഹു അയ്യുസവ്വിജഹ, അവളെ വിവാഹം കഴിക്കലിനെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാമെന്നല്ല അർത്ഥം, ചെയ്യരുത് എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഒന്നുകൂടി വിശദമായി അതിൻ്റെ താഴത്തേക്ക് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ട് വ മിൻഹും മൻ ഖാല, ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലരു പറഞ്ഞു, ഇന്നമാ കരിഹലഹു ദാലിക ബി ഇംകാനി അൻ യകൂന മിൻ മാഇഹി ലി അന്നഹു ലം യതഹഖഖ് ദാലിക, അത് കറാഹത്താണ് എന്ന് പറഞ്ഞത് ആ കുട്ടി ജനിച്ചത് നിന്റെ ബീജത്തിൽ നിന്നാകാനുള്ള സാധ്യത കൊണ്ടാണ്. എന്നാൽ അത് നിന്റെ ബീജത്തിൽ നിന്നാണ് എന്ന് ഉറപ്പില്ല. ലി അന്നഹു ലം യതഹഖഖ് ദാലിക, അത് നിന്റെ ബീജത്തിൽ നിന്നാണ് എന്ന് ഉറപ്പില്ല, സാധ്യതയുണ്ട്. അതുകൊണ്ടാണത് കറാഹത്താണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാൻ, ഫലൗ തഹഖഖ അന്നഹാ മിൻ മാഇഹി, അത് നിന്റെ ബീജത്തിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പായാൽ, അതെങ്ങനെയാണ് ഉറപ്പാകുന്നത്? ബി അൻ അഖ്ബറഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സമാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കും അത് നിന്റെ കുട്ടി തന്നെയാണ് എന്ന്. അപ്പോൾ ഒരു വിശ്വാസിക്ക് അത് ഉറപ്പിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായ കുട്ടി തൻ്റെ കുട്ടി തന്നെയാണ് എന്ന് ഉറപ്പാകുന്ന മാർഗം അന്ന് നബിതങ്ങളുടെ കാലത്ത് നബിതങ്ങൾ പറയലാണ്. ഇന്നത്തെ പോലെ ശാസ്ത്രം ഇത്ര വികസിച്ചിട്ടില്ല, കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ മതി, വിശ്വാസികൾക്കത് മതി. അവർക്കാണല്ലോ കല്യാണം മറ്റൊക്കെ ഉള്ളത്. മറ്റു പറഞ്ഞ കൂട്ടർക്ക് ആരുടെ കൂടെയും ലിവിങ് ടുഗദറായിട്ടും അല്ലാതെയൊക്കെ കിടക്കാമല്ലോ, അവർക്കൊരു പ്രശ്നവും ഇല്ലല്ലോ. ഇത് വിശ്വാസികളെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ മതി. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഉറപ്പാകുന്ന മറ്റു പല കണ്ടുപിടുത്തങ്ങളുമുണ്ട്. DNA ടെസ്റ്റ് വഴിയൊക്കെ ഉറപ്പായി കഴിഞ്ഞാൽ, അത് തൻ്റെ ബീജത്തിൽ പിറന്ന കുട്ടിയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ എന്താ നിയമം? ലം യജുസ് ലഹു തസ്വീജുഹാ, അവളെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല. ഷാഫിഈ മദ്ഹബ പറയുന്നത്, ഇമാം നവവിയ രേഖപ്പെടുത്തിയത്, ശറഹുൽ മുഹദ്ദബില പറയുന്നത്, പേജാണ് ഞാൻ ഈ കാണിക്കുന്നത്. ലം യജുസ് ലഹു തസ്വീജുഹാ, അവളെ വിവാഹം കഴിക്കൽ അനുവദനീയമല്ല. എന്നിട്ട് പറയുന്നത് നോക്കൂ, ഹാദാ മദ്ഹബുന, ഇതാണ് നമ്മുടെ മദ്ഹബ്. ഇതൊക്കെ പഠിക്കണം. ഫത്ഹുൽ മുഈനിൽ ഹറാമല്ല എന്ന ഒരു വാക്ക് കണ്ടപ്പോഴേക്കും അങ്ങനെയുള്ള കല്യാണമൊക്കെ നടത്താൻ ഇസ്ലാം അനുവദിച്ചു എന്ന വിവരക്കേടിങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് പഠിക്കണം. അപ്പോൾ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്തതാണ്. ഇനി ഉറപ്പില്ലെങ്കിലോ അവിടുത്തെ മത നിയമം എന്താണ്? പാടില്ല എന്ന് തന്നെയാണ്. അത് ഹറാമല്ല, പക്ഷേ കറാഹത്താണ്.
എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതല്ലേ ഷാഫിഈ ഫിഖ്ഹിലുള്ളത്? ഇത് തന്നെയാണ് ഫത്ഹുൽ മുഈനിലും പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇആനത്തു ത്വാലിബീൻ ഫത്ഹുൽ മുഈനിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനമാണ്. ആ ഇആനത്തു താലിബീനാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കൂ, ഇത് ലാ ഹുറുമത്ത ലിമാഇസ് സിനാ, വ്യഭിചാര ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആ കുഞ്ഞിന് അതിനത്ര പവിത്രതയൊന്നുമില്ല. കാരണം അത് ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ ഉണ്ടായതല്ല എന്നതുകൊണ്ടാണ്. എന്നാൽ വിവാഹം കഴിക്കാൻ പറ്റുമോ? ലാക്കിൻ യുക്റഹു നിക്കാഹുഹ, വിവാഹം കഴിക്കൽ കറാഹത്താണ്, ചെയ്യാൻ പാടില്ല, വ്യക്തമായി രേഖപ്പെടുത്താൻ ഫത്ഹുൽ മുഈൻ നോക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി അതിൻ്റെ വ്യാഖ്യാനവും കൂടി നോക്കിയാണ് പഠിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഒരു പരിഭാഷ വെച്ചിട്ട് മതനിയമം തീരുമാനിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. അല്ലെങ്കിൽ തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പള്ളിയിൽ ചെന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഹാബികൾ നബിതങ്ങളുടെ അടുത്ത് ചെന്നത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇമാമുമാരുടെ കാലത്ത് അങ്ങനെ ചെന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. മുസ്ലിമീങ്ങൾ അതൊക്കെ കർശനമായി പാലിക്കുന്നവരാണ്. അത് പാലിക്കാത്ത നിങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നിങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല, പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമാണ്. എന്നാൽ ഒരു നിയമം ചർച്ച ചെയ്യുന്നിടത്ത് ഇപ്പോൾ ഇങ്ങനെ ജനിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് എല്ലാ വിധത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ അവകാശങ്ങളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ വിവാഹം, കുടുംബം എന്നൊക്കെ പറയുന്നതിനൊരു പ്രസക്തിയില്ലാതെ പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളെയും ആ ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെയും നിരുത്സാഹപ്പെടുത്താനാണ് അതിനൊരു പവിത്രതയുമില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ കല്യാണം കഴിക്കാമെന്നൊന്നും ഇസ്ലാമിൽ നിയമമില്ല. ഇത് നിങ്ങൾ പഠിക്കണ്ടേ? ഇത് എല്ലാ ഇമാമുമാരും എടുത്തു പറഞ്ഞതാണ്. അത്തരത്തിലുള്ള വിവാഹം കറാഹത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് പഠിച്ചവരാ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും ഇനി അവിഹിതത്തിൽ പിറന്ന കുഞ്ഞാണെങ്കിലും അതിനെ കെട്ടാമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, അതിനു വേണ്ടി ശ്രമിക്കുന്നുമില്ല. അതൊക്കെ പറഞ്ഞു നടക്കുന്നത് നിങ്ങളാണ്. ആ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മരമണ്ടനാണ് ലണ്ടനിൽ പോയി ആൺകുട്ടികളുടെ മുമ്പിൽ പെട്ടപ്പോൾ കണ്ടം വഴി ഓടിയത്. അവൻ ഒന്നുകൂടി കടത്തി പറഞ്ഞു, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, തെളിവ് കാണിക്കാൻ പറഞ്ഞു. അത് കാണിക്കാൻ കഴിയാതെ നെറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം തടവെടുത്തത് കണ്ടില്ലേ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില സംഖ്യകൾ വന്നിട്ട് കോയ ഇജ്ജ് നമ്മളെ ബേജാറാക്കല്ല കോയ, ഇതാ പുസ്തകമുണ്ട് കോയ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ജബ്ബാറിനെ പോലെയുള്ളവർ മൗദൂദിയുടെ പരിഭാഷ എടുത്തുകൊണ്ട് വരുന്നത്. ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ അങ്ങനെ ഇമാമുമാരൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും എന്ന് ചോദിച്ചു കൊണ്ടുവരുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് ശരിക്കും പഠിച്ചാൽ മതി. അപ്പോൾ ഒരു മദ്ഹബിലും അത്തരത്തിൽ അവിഹിതത്തിൽ പിറന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് പഠിപ്പിക്കുന്നില്ല. 3 മദ്ഹബും പഠിപ്പിക്കുന്നത് അത് ഹറാമാണ് എന്നാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബ് പഠിപ്പിക്കുന്നത് സ്വന്തം കുഞ്ഞാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹറാമാണ്, ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ്. വ്യക്തമാണ് ഇസ്ലാമിൻ്റെ നിയമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.